കിച്ചണിലൊരു പ്രധാനപ്പെട്ട പാർട്ട് തന്നെയാണ് കിച്ചൺ സിങ്ക്. പലവരുടെയും പ്രശ്നമാണ് കിച്ചൺ സിങ്ക് എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആവുന്നില്ല, കളർ വരുന്നില്ല എന്നൊക്കെ. ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കൂ, അടിപൊളിയായിട്ട് നല്ല കിച്ചൺ പുത്തൻ പോലെ തിളങ്ങുകയും ചെയ്യും, നല്ല ഭംഗിയായിരിക്കും. കിച്ചൺ നല്ല ആൾക്കാർ വരുമ്പോൾ തന്നെ കാണുമ്പോൾ എന്ത് നല്ല സിങ്ക് എന്ന് പറയുകയും ചെയ്യട്ടെ. അങ്ങനെയുള്ള കിടിലൻ ഐഡിയയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇതാണ് എൻ്റെ കിച്ചൺ സിങ്ക്. ഇതുപോലെ നല്ല എന്നും പുത്തൻ പോലെ ഇരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മളിങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡ എടുത്തിട്ട് എല്ലാ സ്ഥലത്തിലും ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാവിടെയും നിറയിടേണ്ട, അവിടെ ഇവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിതിനെ എല്ലാ സ്ഥലത്തേക്കും ആവാൻ വേണ്ടി ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഉപ്പും കൂടി എടുക്കുക. ഉപ്പും കൂടി ഇടുമ്പോൾ എനിക്ക് കൂടുതൽ ഷൈനിങ് ആയിട്ടൊന്ന് ഫീൽ ചെയ്തു. ഉപ്പിനെയും എല്ലാവിടെയും അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവിടെയും ഒരുപാട് ഉപ്പൊന്നും വേണ്ട കേട്ടോ, ഒരു ടീസ്പൂണൊക്കെ മതി. ഇനി ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ടാപ്പിൻ്റെയൊക്കെ സൈഡിലൊക്കെ ആക്കാനായിട്ട് ഈ ബ്രഷാണ് നല്ലത് കേട്ടോ. അപ്പോൾ ടാപ്പ് നല്ല ക്ലീൻ ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രബ് എടുത്ത് എല്ലാ സ്ഥലത്തിലേക്കും ആക്കാം. വെള്ളം ഒഴിച്ച് കളയേണ്ട, ഞാൻ ജസ്റ്റ് സ്ക്രബ് മാത്രം ഒന്ന് നനച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണെങ്കിലും സിങ്ക് ഉപയോഗിക്കാനായിട്ട് വേറൊരു സ്ക്രബ് തന്നെ കീപ്പ് ചെയ്യുക കേട്ടോ. നമ്മൾ പാത്രം കഴുകുന്ന അതേ സാധനം ഉപയോഗിച്ച് ഒരിക്കലും സിങ്കം കഴുകരുത്. ഇതിന് വേണ്ടി വേറൊരു സാധനം മാറ്റി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇങ്ങനെ ഈ ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിങ്കിന് പ്രത്യേകിച്ചൊരു ഓർഡറോ ഒരു സ്മെല്ലൊന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിരിക്കുകയും ചെയ്യും സിങ്ക്. ഇതെല്ലാവിടേക്കും ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ബേക്കിംഗ് സോഡയും ഉപ്പും കൂടിയുള്ള മിശ്രിതം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ വെച്ചാലും മതി. ഒരു 2-3 മിനിറ്റ് കഴിയട്ടെ. ഇനി ഡിഷ് വാഷിംഗ് ലിക്വിഡ്, ഏത് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആയാലും കുഴപ്പമില്ല. ഞാനതിനെ ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് സ്ക്രബിൽ ഒരു ഇത്തിരി എടുത്തിട്ട് ചെയ്താലും മതി. എന്നിട്ട് എല്ലാ സ്ഥലത്തേക്കും ആ സ്ക്രബ് ഉപയോഗിച്ച് നന്നായി അങ്ങോട്ട് കഴുകി കൊടുക്കുക. ഈ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇല്ലാതെ കഴുകിയാൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആവും. പക്ഷേ നമുക്കൊരു ബേക്കിംഗ് സോഡയുടെ ഒരു വഴുവഴുപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സിങ്കിൽ തോന്നാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഈ ഡിഷ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് കഴുകുന്നത്. അപ്പോൾ കെമിക്കലിൻ്റെ യാതൊരു എഫക്റ്റും അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതുമാതിരി സിങ്ക് കഴുകുമ്പോൾ സിങ്കിൻ്റെ ഉള്ളു മാത്രമല്ല സൈഡിലുള്ള പോർഷനും കൂടി കഴുകി കൊടുക്കാൻ നോക്കുക. അപ്പോഴേ അത് ക്ലീൻ ആവുള്ളൂ. ഇതിൽ ഓരോന്നിനും ഇടയിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകണമെങ്കിൽ കഴുകാം. ഇത് വളരെ പെട്ടെന്ന് കേട്ടോ, 5 മിനിറ്റ് ഒന്നും വേണ്ട ഇങ്ങനെ കഴുകാനായിട്ട്. അതുപോലെ ഡെയിലി ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴുകണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇട്ട് കഴുകിയാലും മതി. ഇതാ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വെച്ച് നല്ല ക്ലീനായി കഴുകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ടാപ്പ് വരെ ഇതുകൊണ്ട് കഴുകി കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നല്ല പുത്തൻ ടാപ്പുമാരുണ്ടാവും കേട്ടോ. കണ്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് നമ്മുടെ സിങ്ക്. യാതൊരു ചളിയോ വൃത്തികേടോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ സിങ്ക് ഒരു കാര്യം കൂടി ചെയ്യണം. എപ്പോഴും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ടിട്ട് പോരുത്. അപ്പോഴാണ് ഈ പാടുകളൊക്കെ വരുന്നത്. അതില്ലാതിരിക്കാനായിട്ടൊരു കിച്ചണിൻ്റെ നമ്മുടെ ഒരു സ്പോഞ്ച് ക്ലോത്ത് ഇല്ലേ, അങ്ങനത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക. എപ്പോഴും സിങ്ക് ഒരു ഉണങ്ങിയ തുണി കൊണ്ടോ മറ്റേ തുടച്ചിടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോഴാണ് അടയാളങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സിങ്ക് നല്ല സൂപ്പർ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.